പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അലോയ് ഫോർമേഷൻ ആണ്. ട്രാൻസിഷൻ എലമെൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അലോയ് ഫോർമേഷൻ. എന്താണ് അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പല മെറ്റൽസിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് അലോയ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു മെറ്റൽ വേറെ ഏതെങ്കിലും നോൺ മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? അലോയ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അലോയ് ഈസ് കൺസിഡേർഡ് ആസ് എ ബ്ലെൻഡ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബിറ്റ്വീൻ മെറ്റൽസ് ഓർ എ മെറ്റൽ വിത്ത് നോൺ മെറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള അലോയ്സിന് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ അലോയ് ഫോർമേഷൻ നടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ബ്ലെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻ. അതായത് രണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും അങ്ങനെ സൊല്യൂട്ടും സോൾവെൻറ്റും സോളിഡ്സും തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒന്നിൽ കൂടുതൽ മെറ്റൽസിനെ ബ്ലെൻഡ് ചെയ്യുക? ഇവിടെ the atoms of transition metals can easily takes place in the crystal lattice of another metal in the molten state and miscible with that corresponding metal and forming alloys. Transition metals molten ഫോമിലായിരിക്കും. ഇതിനെ വേറെ ഏതെങ്കിലും മെറ്റലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാറ്റൈസ് സൈറ്റിലേക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് ചെന്ന് അറ്റാച്ച് ചെയ്യാനും അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് മോൾട്ടൺ ഫോമിൽ ഒരു ബ്ലെൻഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അലോയ്സ് സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇനി അലോയ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്യുവർ മെറ്റലിനെ അപേക്ഷിച്ച് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് അലോയ്സ്. ഉദാഹരണത്തിന് ദേ ആർ വെരി ഹാർഡ്, റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇത്രയധികം പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ പ്യുവർ മെറ്റലിനേക്കാൾ കൂടുതൽ ഉപയോഗമുള്ളവയാണ് അലോയ്സ്. ഒരുപാട് ട്രാൻസിഷൻ മെറ്റൽസ് അലോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെറസ് അലോയ്സ്. അയേണും ട്രാൻസിഷൻ എലമെൻസും തമ്മിൽ ജോയിൻ ചെയ്തുണ്ടാകുന്ന അലോയ്സിനെയാണ് ഫെറസ് അലോയ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫെറസ് അലോയ്സ് എന്ന് പറയുമ്പോൾ അയേൺ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ടുള്ള ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, മാംഗനീസ് എന്നിവയുള്ള വെറൈറ്റി ഓഫ് ട്രാൻസിഷൻ എലമെൻസുമായിട്ട് മിക്സ് ചെയ്യപ്പെട്ട് ബ്ലെൻഡ് രൂപത്തിലായിട്ട് മാറുന്നു. ഇത് സാധാരണയായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത്. പലതരം സ്റ്റീലുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിനാണ് ഇത്തരം അലോയ്സ് ഉപയോഗിക്കാറുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അലോയാണ് മെർക്കുറിയുടേത്. മെർക്കുറി ചില എലമെൻസുമായിട്ട് ജോയിൻ ചെയ്തുണ്ടാകുന്ന അലോയ്സിനെ അമാൽഗം എന്നാണ് വിളിക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ പല കെമിക്കൽ ടെസ്റ്റുകളിലും കണ്ടിട്ടുണ്ട്. മെർക്കുറി റിയാക്ട് വിത്ത് സോഡിയം, അതിനെ നമ്മൾ സോഡിയം അമാൽഗം എന്നാണ് വിളിക്കുക, NaHG. അപ്പം ഇങ്ങനെ ഉള്ള കോമ്പൗണ്ടുകളെ അമാൽഗംസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാറ്റിനം പോലെയുള്ള മെറ്റൽസ് സാധാരണയായിട്ട് അലോയ് ഫോർമേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കോപ്പർ ഒരുപാട് അലോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. കോപ്പർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അലോയ്കളാണ് ബ്രാസും ബ്രോൺസും. രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കണം. കോപ്പർ സിങ്ക് മെറ്റലുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അലോയാണ് ബ്രാസ്. അതുപോലെ കോപ്പർ ടിൻ എന്ന മെറ്റലുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അലോയാണ് ബ്രോൺസ്. ഈ ബ്രാസിനും ബ്രോൺസിനും ഇൻഡസ്ട്രിയലി ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അലോയ് ഫോർമേഷൻ.